എന്നോട് മഞ്ജുവിന് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ മാനസികമായിട്ട് ആകെ തകർന്നു പോയേനെ. എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. വഴിയില്ലായിരുന്നു എന്നൊക്കെ പ്രീതിക്ക് വെറുതെ തോന്നുന്നതാ. സ്വന്തം ചോരയെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യർ ഏതറ്റം വരെയും പോകാറുണ്ടെന്ന് നമ്മൾ കാണാറുള്ളതല്ലേ. പക്ഷെ എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഹരീഷ് എന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് മാത്രം ഓർക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാ ഇപ്പൊ നിന്റെ അവസ്ഥ. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ നീ സ്വന്തം കുഞ്ഞിനോട് ചെയ്ത ക്രൂരത മാത്രമാ എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മഞ്ജു ഒരു അമ്മയാവാൻ പോകുന്നോണ്ടാ ഇത്ര ഇമോഷണൽ ആവുന്നത്. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയേനെ. നിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എനിക്കൊരു കാര്യം മാത്രമേ അറിയാൻ താല്പര്യമുള്ളൂ. നീ എന്തിനാ ഗിരിയേട്ടനെ കൊണ്ട് തന്നെ ഫോമിൽ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഒപ്പിടിപ്പിച്ചത്? അത് പിന്നെ എനിക്കതിനുള്ള ഉത്തരം പറയാൻ കഴിയില്ല മഞ്ജു. നീ ഗിരിയേട്ടനെ ഒരു സഹോദരനെ പോലെ തന്നെയല്ലേ കാണുന്നേ? എന്നോട് അങ്ങനൊന്നും ചോദിക്കരുത് മഞ്ജു. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ഗിരിയേട്ടൻ എന്റെ മനസ്സിലുള്ളത്. എന്തൊക്കെയാ പറയുന്നേ? അതിനർത്ഥം ഗിരിയേട്ടനും നീയും തമ്മില് ഇഷ്ടത്തിലാണെന്നല്ലേ? അതുകൊണ്ടാണോ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഗിരിയേട്ടൻ സമ്മതിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. നീയാണോ ഞാനാണോ ഗിരിയേട്ടന് വലുതെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നായിരിക്കും നീ ആഗ്രഹിച്ചത് അല്ലേ? എന്നാ നീ നിരാശപ്പെടേണ്ടി വരും. എനിക്ക് ഗിരിയേട്ടനെ വിശ്വാസമാണ്. അദ്ദേഹം എന്നെ ഒരിക്കലും ചതിക്കില്ല. അതിന് ഗിരിയേട്ട മഞ്ജുവിനെ ചതിക്കുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ വ്യക്തമായിട്ട് നീ പറയില്ലല്ലോ. നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാത്തതുപോലെ ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി തമ്മിലടിപ്പിക്കാനാ നിന്റെ ഉദ്ദേശം. മഞ്ജു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പാവമാണ് നീയെന്ന്. പക്ഷേ ഇപ്പൊ നിന്റെ കള്ളക്കളികളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ മഞ്ജു പറയുന്നത്. ഞാനൊരു പോലീസുകാരിയാണ് പ്രീതി. ഒരാള് കള്ളം പറയുന്നത് കണ്ടാ എനിക്ക് മനസ്സിലാവും. അതിനുവേണ്ട വിദ്യകളൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നോട് അടുത്തവരുമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അവരെ സംശയത്തോടെ നോക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ ആവശ്യം വന്നാ നിന്റെ മനസ്സിലുള്ളത് നിന്റെ ശരീരഭാഷ നോക്കി ഞാൻ പറയും. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. വെറുതെ ഇങ്ങനെ അപമാനിക്കുന്നത് പോലെ സംസാരിക്കരുത്. ഇത് എന്റെ വീടാ. ഇവിടെ കയറി വന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നീ പറയാൻ നിൽക്കരുത്. അതൊക്കെ ഈ വീട്ടിലുള്ളവര് തീരുമാനിക്കും. ഗിരിയേട്ടൻ എന്ത് കാരണം കൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന അന്ന് വരെ മാത്രമാണ് നീ ഈ വീട്ടിൽ തുടരാൻ പോകുന്നത്. ഇപ്പൊ എന്റെ ശ്രദ്ധ മുഴുവൻ മഹിമ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതില്ല. അതുകൊണ്ട് മാത്രം നിന്റെ പുറകെ ഞാൻ അന്വേഷിച്ചിറങ്ങുന്നില്ല. അതിനുള്ളിൽ നീയായിട്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. ഞാനായിട്ട് സത്യം മനസ്സിലാക്കിയ ഒന്ന് നിന്റെ വിധിയായിരിക്കും.